ശ്രീമൂലം തിരുനാൾ 1885 മുതൽ 1924 വരെയാണ് ഭരണകാലഘട്ടം. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ ഇവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 ആരംഭിച്ച രാജാവ്. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904. പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവ്. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, VJT ഹാൾ നിർമ്മാണം എന്നിവ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത്.